പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ബോർഡ് എക്സാമും അതിന്റെ കൂടെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. പല മക്കളും കമന്റ് ബോക്സിലൂടെ നിരന്തരമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഫിസിക്സിന്റെ മാത്രം വീഡിയോ വേണം, കെമിസ്ട്രിയുടെ മാത്രം വീഡിയോ വേണം, ബയോളജിയുടെ മാത്രം വേണം, ഇതിനെല്ലാം പുറമെ ഞങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം എന്നുള്ളത് മക്കൾ എല്ലാവരും നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാ മക്കളും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു, ഞങ്ങൾക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാമും ഇംപ്രൂവ്മെന്റ് എക്സാമും ഒരേ സമയം നടക്കുന്നുണ്ട് തന്നെ ഏത് സമയം എന്ത് പഠിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം ടൈമാണ്. നമുക്ക് ഇനി ഉള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ കുറവായ സമയം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. ഈ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കോൺസെപ്റ്റും പഠിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുൾ A+ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. മാസ്റ്റർ പ്ലാനിലേക്ക് വന്നിട്ടുള്ള സമയത്ത് തന്നെ ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ടൈം ടേബിളിൽ തന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. നമ്മുടെ എക്സാം ഏത് രീതിയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്, കൃത്യമായിട്ട് എന്നാണ് പ്ലസ് ടു എക്സാം, എന്നാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ നമ്മൾ മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. മക്കളെ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എന്ത് ചെയ്യുന്നു, മാർച്ച് 3-ാം തീയതി നമ്മുടെ ഇംഗ്ലീഷ് എക്സാം പ്ലസ് ടുവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 5-ാം തീയതി നമ്മുടെ ഫിസിക്സിന്റെ എക്സാം ആണ്, അതും പ്ലസ് ടുവിലെ എക്സാം ആണ്. ഇനി നമ്മുടെ മാർച്ച് 6-ാം തീയതി നേരെ വരുന്നത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. അതായത് സെക്കൻഡ് ലാംഗ്വേജ് പ്ലസ് ടു കാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരമാണ് വരുന്നത്. ഇനി മെജോറിറ്റി കുട്ടികൾക്കും സെക്കൻഡ് ലാംഗ്വേജ് ഒന്നും സാധാരണഗതിയിൽ എന്ത് ചെയ്യാറില്ല, സബ്ജക്ട്സ് ആയിരിക്കും ഇംപ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടും. ഇനി 7-ാം തീയതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ബയോളജി എക്സാം ആണ്, പ്ലസ് ടുവിലെ ബയോളജി എക്സാം ആണ്. സാധാരണഗതിയിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ, ബോട്ടണിയും അതുപോലെ തന്നെ സുവോളജിയും നിങ്ങൾ എന്താക്കേണ്ടി വരും, അതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന് ശേഷം നമുക്ക് 10-ാം തീയതി എന്ത് വരുന്നുണ്ട് മക്കളെ, നമ്മുടെ കെമിസ്ട്രിയുടെ ബോർഡ് എക്സാം ആണ് വരുന്നത്. സാധാരണഗതിയിൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ 11-ാം തീയതി അവർക്ക് എന്ത് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ട്. ബയോമാത്സ് ഉള്ളവർക്കായിരിക്കും അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം 10-ാം തീയതി കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 15-ാം തീയതിയാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് കെമിസ്ട്രി. ഇനി അതും ഇംപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ പ്ലസ് ടു കാർക്ക് സുഖമാണ്. കാരണം പിന്നെ 17-നാണ് നിങ്ങളുടെ മാത്സ് എക്സാം വരിക. അപ്പൊ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വരുന്ന ഇംപ്രൂവ്മെന്റുകൾ പഠിക്കാൻ ഇത്രയും വലിയ ഗ്യാപ്പ് കിട്ടി എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതേ കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക 19-ാം തീയതി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ബോർഡ് എക്സാം നടക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം 20-ാം തീയതി മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷം ചിലരെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്ലസ് ടു സുവോളജി അല്ലെ. അപ്പം ആ ഒരു പ്ലസ് ടു സുവോളജി അടങ്ങുന്ന നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സോറി പ്ലസ് 1 ആണല്ലേ, പ്ലസ് 2 പറയുന്നത്, പ്ലസ് 1 നിങ്ങളുടെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിന് സാധാരണഗതിയിൽ മക്കൾക്ക് സമയം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടുന്നതായിട്ട് പ്ലസ് ടുവിന്റെ നിങ്ങൾ ഈ പറയുന്ന സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ബയോളജിയാണ്, ഒരു ദിവസം ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഫിസിക്സും, അത് കഴിഞ്ഞ് വെറും 2 ദിവസം ഗ്യാപ്പിൽ നിങ്ങളുടെ മാത്സിന്റെ എക്സാം. അപ്പൊ പരീക്ഷയുടെ തലേന്ന് പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് ഈ ടൈം ടേബിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പരീക്ഷയുടെ തലേന്ന് ഇരുന്നിട്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെ, നോർമൽ ആയിട്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവും പറ്റൂല എന്നുള്ളത്. അബ്നോർമൽ ആയിട്ട് ആലോചിക്കുന്ന ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷയുടെ തലേന്ന് ഞാൻ മുഴുവനായിട്ട് പഠിക്കും, എനിക്ക് 8 മണിക്കൂറുണ്ട് 10 മണിക്കൂറുണ്ട്, നടക്കില്ല. 10 മണിക്കൂറുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാനിങ് ഇതാണ് നമ്മൾ ഈ ടൈം ടേബിൾ കാണിക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി 26-ാം തീയതി നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 29-ാം തീയതി നമ്മുടെ ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ടൈം ടേബിൾ കാണിച്ചു തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ അറിയാത്തോണ്ടല്ല, ജസ്റ്റ് റിമൈൻഡർ. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം വരാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കണം. എന്നാലേ ഞങ്ങളുടെ പ്ലാൻ നിങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. നമുക്ക് നേരെ പോവാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡു നോട്ട് പാനിക്. നിങ്ങൾ പാനിക് ആവരുത്. നിങ്ങൾ പാനിക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. സ്ട്രെസ് കൊണ്ട് നിങ്ങളെ എക്സാം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ, കൃത്യമായിട്ട് നമ്മളിപ്പോ തുടങ്ങുകയാണ് അല്ലെ, നമ്മൾ പറയാം ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ എന്തായാലും ഇപ്പൊ കുറെ പേരൊക്കെ പഠിച്ചെത്തിണ്ടാവും, കുറച്ച് പേര് ഇങ്ങനെ ട്രാക്കിൽ കയറിയിട്ടുണ്ടാവുള്ളൂ. പാനിക് ആവരുത്, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പേടിച്ചിരുന്നത് കൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പൊ പാനിക് മാത്രമല്ല ഇതിനോട് കൂടുതൽ ചേർത്ത് പറയാനുള്ളത്. പല മക്കളും പ്രൊജക്ടൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് ഫിസിക്സ് നടക്കൂല, എന്നെ
കൊണ്ട് ബയോളജി നടക്കില്ല, എന്നെ കൊണ്ട് മാത്സ് നടക്കില്ല എന്നുള്ളത് ഏതോ കാലത്ത് എവിടത്തെയോ ടീച്ചർ നിങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അത് എത്ര ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ആണെങ്കിലും. നിങ്ങൾ പഠിച്ചു വന്നാണ്, നിങ്ങൾ +1 കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ +2 എത്തി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളല്ല അവിടെയുള്ളത്. നിങ്ങൾ വീണ്ടും ബ്രഷ് അപ്പ് ചെയ്തെടുക്കാൻ പോകും. കേട്ട കാര്യങ്ങളാണ്, കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും റീകോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, നമ്മൾ ഒന്ന് വായിക്കുമ്പോഴേക്കും ഇത് അതായിരുന്നു അല്ലേ എന്ന് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. അത്രേ ഉള്ളൂ. ഇനി ഇംപ്രൂവ്മെന്റിനാണോ ഞാൻ അല്ലെങ്കിൽ എന്റെ ബോർഡിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് പല മക്കളുടെ മുമ്പിലുള്ള ഒരു സംശയമായിരിക്കും. അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അസ്ലം സാറും അതുപോലെ തന്നെ സിക്കന്ദർ സാറും. ഞാൻ മനസ്സിലാക്കുന്ന അത്രയും ക്ലിയർ ആയിട്ട് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം സാർ, നമുക്ക് ഈ വീഡിയോന് താഴെ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പോയി കണ്ടിട്ട് ഇമ്പോർട്ടൻസ് ഏതിനാണെന്നുള്ളത് കാര്യം അതിൽ പറയുന്ന കാര്യം കൃത്യമാണ് മാം. കാരണം അതിനകത്ത് എന്തൊക്കെയാണോ നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും നല്ല ഡീറ്റെയിൽ ഇത് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, കൂടുതൽ സമയം കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ടൈം മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം, നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നേരം നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കുക ആദ്യം തന്നെ. കാരണം ഇത് അത്രത്തോളം നിങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് അല്ലെ, നിങ്ങളുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വെച്ചുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തേണ്ട കാര്യമുള്ളൂ മക്കളെ. ഒരു കാര്യം കൂടി പറയാം, ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ 6 മണി തൊട്ട് പഠിക്കുന്നു, രാത്രി 10 മണി വരെ. മക്കളെ, നമുക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനി നമുക്ക് വേറെ ഒന്നിനും സമയമില്ല. ഇത് നമ്മുടെ ആവശ്യമാണ്. അതായത് +1 എഴുതി എടുക്കുക, +2 കൂടെ നല്ല മാർക്ക് വാങ്ങുന്നത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് എഫേർട്ട് ഇടുന്നത് അൾട്ടിമേറ്റ്ലി ആരാണ്? നമ്മൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ തന്നെ അയൽവാസിയുടെ മാമന്റെ മോടെ കല്യാണത്തിനൊന്നും ഇവർ പോകാൻ സാധ്യത കാണുന്നില്ല. കാരണം ഇപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല മക്കളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക. എത്ര സമയം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം സമയം പഠിക്കുക എന്നുള്ളതിലാണ് അവരെല്ലാവരും നിൽക്കുന്നത്. സോ ഇംപ്രൂവ്മെന്റിന് പറ്റിയ സമയം ഏതാണ്? ബോർഡ് എക്സാമിന്റെ ടോപ്പിക് പഠിക്കാൻ പറ്റിയ സമയം ഏതാണ്? സാധാരണഗതിയിൽ ഉറക്കം നിങ്ങളെ തലയ്ക്ക് പിടിക്കുന്ന സമയമാണ് നമ്മുടെ രാവിലെ ഏർലി മോർണിംഗില് 6 മണി എന്ന് പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കിടന്നുറങ്ങുന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ടൈമാണ്, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ടൈമാണ് 6 മണി മുതൽ രാവിലെ 8 മണി വരെ. ചിലർക്കെങ്കിലും മാം എന്ത് ചെയ്യാറുണ്ട്, എനിക്ക് രാവിലെ എണീറ്റ് പഠിച്ചാലേ ബോർഡ് എക്സാമിന്റെ പഠിക്കാൻ പറ്റുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ സമയം ഇംപ്രൂവ്മെന്റ് പഠിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാം, ബോർഡ് എക്സാമിനുള്ളത് ഇത് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് ആൾക്കാരുടെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രീതി എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാം. ഒരു രാവിലെ എണീക്കാൻ പ്രിഫർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് പഠിക്കാൻ തയ്യാറായിട്ട് എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ്. അതിന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇംപ്രൂവ്മെന്റ് എന്താക്കിയാൽ മതി, നിങ്ങൾ മെനക്കെട്ടാ മതി. അതാണ് കാര്യം. കാരണം എക്സ്ട്രാ ടൈമാണ് നമ്മൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കാണേണ്ടത്, അല്ലാതെ നിങ്ങൾ യൂഷ്വലി പഠിക്കാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മൾ +2 പഠിക്കാൻ കൊടുക്കേണ്ട സമയമാണ്, നമ്മൾ അതിൽ നിന്നും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ സമയം കൊടുക്കുന്നത്. അപ്പൊ അത്രയേറെ നമ്മൾ എന്തിനാ, അത്രയേറെ ആത്മാർത്ഥയോടെ കൂടി തന്നെ വേണം നമ്മൾ ഈ കാര്യം ചെയ്യാനായിട്ട്. ഇനി 8 മണി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നേരെ ഒരു 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഒന്ന് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാം. 9 മണി തൊട്ട് ഒരു 12 വരെ, ഓക്കെ, ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ നിങ്ങൾക്ക് വലിയ സമയമൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബോർഡ് എക്സാമിന്റെ ടോപ്പിക്. ഇനി ഇംപ്രൂവ്മെന്റ് പഠിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനേ പറയുള്ളൂ. ആ ഒരു സമയം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാതെ നിങ്ങൾ പഴയ തിയറി വീണ്ടും പൊടി തട്ടി അയ്യോ എനിക്ക് തിയറി അറിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയി കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. നിങ്ങൾ തിയറി പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓൾറെഡി തിയറി നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എല്ലാ ബെർണോളിസ് തിയറും നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നുണ്ട്, എല്ലാ ടോറസ് എലീസ് ലോയും നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നുണ്ട്, അല്ലെ, നമ്മുടെ ആനിമൽ കിങ്ഡം അല്ലെ തുടങ്ങിയിട്ടുള്ള ഇവരുടെ തലയിൽ ഇരിക്കുന്നുണ്ട്. അത് നീ കാണാപ്പാടം പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതിലാണ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു 2 മണി തൊട്ട് ഒരു 4 മണി വരെ സമയം അല്ലെ. ഈ സമയം പൊതുവെ നമ്മൾ ഭയങ്കര ഭക്ഷണമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് പുതിയ കാര്യങ്ങൾ കുറെ നമുക്ക് എന്താണ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ്മെന്റ് വേണ്ടിയിരിക്കും. അത് മാത്രമല്ല നമ്മൾ പൊതുവേ കുറച്ച് ലേസി ആയതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് ആണല്ലോ എന്ന് കരുതി കുറച്ചും കൂടി നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും ഈ സമയത്ത്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആഫ്റ്റർനൂണിലേക്ക് വരുന്ന സമയത്ത് 2 മണി മുതൽ 4 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ്മെന്റ് ടൈം കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല എഫക്റ്റീവ് ആയിട്ട് നല്ല ചായയൊക്കെ കുടിച്ച് വർക്ക്ഔട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബ്രേക്ക് ഒക്കെ എടുത്ത് 6 മണിയാവുമ്പോൾ എനിക്ക് 6
തൊട്ട് ഒരു 9:30 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബോർഡ് എക്സാമിന് വീണ്ടും കൊടുക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏകദേശം ഒരു ദിവസം തന്നെ നിങ്ങൾ ഒരു 6-7 മണിക്കൂറിനടുത്ത് നിങ്ങൾ ബോർഡ് എക്സാമിന് മാറ്റി വെക്കുന്നുണ്ട്, കൊടുത്തു കഴിഞ്ഞു. അത് കൂടാതെ കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാം, ആഫ്റ്റർ നിങ്ങൾക്ക് നൈറ്റിൽ നീ ഇംപ്രൂവ്മെന്റ് പഠിക്കണം, നിങ്ങൾക്ക് ഉറക്കൊന്നും വരുന്നില്ല, ഇംപ്രൂവ്മെന്റ് ഇരിക്കാനാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾ രാവിലെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ ഒരുപാട് സമയം അതിന് കൊടുക്കരുത്. 10 o'clock ശേഷം നിങ്ങളുടെ ഉറക്കത്തിനെ ബാധിക്കും. സത്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കൾ. ഇതിന്റെ ഇടയിലൊക്കെ പറയട്ടെ, ഭക്ഷണവും വെള്ളവും എല്ലാം ഉറക്കവും, ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഈ ടൈം ടേബിൾ ഒക്കെ വെറുതെയാണ്. ഡീഹൈഡ്രേറ്റഡ് ആവാൻ പാടില്ല. ചൂടുകാലാണ്, സമ്മർ ആണ്, ഡീഹൈഡ്രേറ്റഡ് ആവും. ഇതൊന്നും ഇല്ലാണ്ട് ഈ ഇതിന്റെ അകത്തേക്ക് ഒന്നും കേറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ബോധം കെടുന്ന അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി ഭയങ്കര ഭയാനകമായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ട, ഇത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു ഇംപ്രൂവ്മെന്റ് ടൈം ടേബിളിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സമയമാണ് എന്താക്കുന്നത് ഇവിടെ കൊടുത്തത്. രാവിലെ 6 മണി മുതൽ 8 മണി വരെ, ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ, 10 മണിക്ക് ശേഷം. സാർ ഇതെല്ലാം ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈം ടേബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ല. ഇതിന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കാണാൻ. അല്ലാതെ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന, നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന, നിങ്ങളുടെ ബോർഡ് എക്സാമിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അത് അതിന് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ടൈം മാനേജ്. ഇപ്പൊ എക്സാം വരുന്ന സമയത്ത് ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതല്ലാതെ നമുക്ക് എക്സാം വരുന്ന ആകെ മോഡൽ എക്സാം വരുന്ന കുറച്ച് ദിവസം മാത്രമാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതുപോലെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നു, സബ്ജക്ട് വൈസ് ഇത് എങ്ങനെയാണെന്നുള്ള ഓൾറെഡി ഇപ്പൊ മാത്സിന്റെ ഒരു വീഡിയോ സിക്കന്ദർ സാറും അസ്ലം സാറും ചെയ്തു. അപ്പൊ അതിൽ കുറെ പേര് എനിക്ക് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബയോളജിയുടെ വീഡിയോ വേണം, ഫിസിക്സിന്റെ വീഡിയോ വേണം എന്നൊക്കെ പല മക്കളും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇത് ഓരോന്നും ഈ ഓരോ കോണ്ടന്റ് വീഡിയോസും ചെയ്യുന്നത് നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസിന് താഴെ എന്താണോ കമന്റ് ചെയ്തിട്ടുള്ളത് ആ കമന്റുകൾ വായിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എത്തരത്തിലുള്ള വീഡിയോസ് ആണ് ആഗ്രഹിക്കുന്നത് ജസ്റ്റ് അവിടെ കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളത് വായിക്കുന്നുണ്ടായിരിക്കും, കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്ത രീതി തന്നെയാണ് റൈസിനുള്ളത്, ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും. അതുകൊണ്ട് മക്കളെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തോട്ടെ, വീഡിയോ ലൈക്ക് ചെയ്യാം, എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ദയവ് ചെയ്ത് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ അടുക്കലേക്ക് എത്തും. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.